ഇതൊക്കെ കണ്ടോ, ഇത് ഉണ്ടല്ലോ ഒരു കണ്ണിയിൽ തന്നെ മുളക് നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി പറിക്കുമ്പോൾ ഇതുകൊണ്ട് ഒറ്റ പറിച്ചത് ഇങ്ങനെ വലിച്ചു പറിക്കാം. ഇങ്ങനെ പറിക്കുമ്പോൾ ഇതിനകത്ത് എത്ര മുളക് വരുന്നുണ്ട്. ഞാനിപ്പം സാർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കൊടി നമ്മൾ മുളക് പറിക്കുവാണെങ്കിൽ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പറിച്ചു, കണ്ടോ. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എണ്ണം പറിച്ചു. ഒരൊറ്റ പറിക്കലാണ്. ഇങ്ങനെ ഏത് കൊടിയാണ് നമ്മൾ പറിക്കും. എല്ലാവർക്കും നമസ്കാരം. മാർഗത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ആഴ്ചയും ഒരു കുരുമുളക് കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇദ്ദേഹം മുരിക്കാശ്ശേരി 16 കണ്ടത്തുള്ളൊരു കർഷകനാണ്. തങ്കച്ചൻ ചേട്ടനാണ് ചേട്ടൻ്റെ പേര്. ഏതാണ്ട് കുറേയേറെ സ്ഥലത്ത് കുതിരവാലി എന്ന ഇനം കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. തങ്കച്ചേട്ടാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് തങ്കച്ചൻ പതിക്കാട്ടിൽ. നമ്മൾ ഈ വെറൈറ്റിയാണ് കുതിരവാലി എന്നൊരു വെറൈറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷം ഇത് നിൽക്കുന്നത്? ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു 8-9 വർഷത്തോളം മരങ്ങളാണ് നിൽക്കുന്നത്. നമ്മൾ 9 വർഷമായോ ഇത് ഈ കുതിരവാലിയിലേക്ക്? ഇല്ല, നമ്മൾ ചെയ്യാൻ തൊട്ട് 10-14 വർഷത്തോളം. 14 വർഷമായിട്ട് കുതിരവാലി തന്നെയാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ കുരുമുളക് കൃഷി തുടങ്ങിയിട്ട് നാളുകളായതാണ്. അതായത് ഒരു 40 വർഷത്തോളമായിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ കാലങ്ങളിലൊന്നും ഇതില്ലായിരുന്നു. ഇത് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ഈ കുതിരവാലി തന്നെ നിരന്തരം ചെയ്യാൻ തുടങ്ങി. കാരണം വലിയ കുഴപ്പമില്ല, ഒരു ഈൽഡുണ്ട്. അതാണ് നമുക്ക് ചെയ്യാൻ കാരണം. ഇവിടെ മൊത്തം എന്തേലും സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നൊരു 3 ഏക്കർ മിച്ചമുണ്ട്. 3 ഏക്കർ ഈ കുരുമുളക് തന്നെ. കുരുമുളക് ജാതി ഉണ്ട് ഇടയ്ക്കൂടെ. അങ്ങനെ മൾട്ടി ക്രോപ്പാണ്. മൾട്ടി ക്രോപ്പ്. ഓക്കെ. നമ്മൾ ഈ കുതിരവാലി മാത്രമേ ഉള്ളൂ, അതോ വേറെ ഇനങ്ങളില്ല? ഇല്ല, കുതിരവാലി പിന്നെ പന്നീർവണ്ണുണ്ട് കുറേയൊക്കെ. അതെല്ലാം കേടുണ്ട് കുറേയൊക്കെ. തെക്കേ ഇന്ത്യയിൽ ജന്മം കൊണ്ടു എന്ന് കരുതപ്പെടുന്ന ഭാരതത്തിന്റെ സ്വന്തം സുഗന്ധവിളയാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക്. ഇന്ത്യയുടെ ഉൾവനങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആദിവാസികളാണ് ഇവ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കുരുമുളകുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട ചരിത്രം തന്നെ ഭാരതത്തിനുണ്ട്. അക്കാലയളവിൽ കുരുമുളക് കൃഷിയിൽ പേരുകേട്ട സ്ഥലങ്ങളിലൊന്നായിരുന്നു നമ്മുടെ കേരളം. കേട്ടുകേൾവി പോലുമില്ലാത്ത പല നാടൻ ഇനങ്ങളും അന്ന് കർഷകർ കൃഷി ചെയ്തിരുന്നു. അശാസ്ത്രീയമായ കൃഷിരീതികളും രോഗകീടബാധകളുമൊക്കെ കുരുമുളക് കൃഷിക്ക് തന്നെ ഭീഷണിയായപ്പോൾ പല ഇനങ്ങളും കൃഷിയിടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. അത്തരത്തിൽ കർഷകർ മറന്നുപോയ ഒരു കുരുമുളക് നാടൻ ഇനമാണ് കുതിരവാലി. വയനാട്ടിലെ ഉൾവനങ്ങളിൽ നിന്ന് ആദിവാസി സമൂഹമാണ് ഇവയെ കണ്ടെത്തിയതായി കരുതപ്പെടുന്നത്. തിരിനീളവും മണിവലുപ്പവും വിളവും ഒക്കെ കൊണ്ട് കർഷകർ ഇവയെ ഒരു കാലത്ത് ആർത്തിയോടെ കൃഷി ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കുതിരവാലി കൃഷിയിടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. പല ഗവേഷകരും ഇവയെ വീണ്ടെടുക്കുന്നതിനായി ഉൾവനങ്ങളിൽ തിരച്ചിലുകൾ നടത്തി. കാരണം കർഷകർക്ക് വളരെ വിശ്വസിച്ച് കൃഷി ചെയ്യാവുന്ന ഒരു നാടൻ ഇനം തന്നെയാണ് കുതിരവാലി. രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ക്ഷമതയുമാണ് ഇവയുടെ പ്രധാന ആകർഷണീയത്വം. അങ്ങനെ വീണ്ടും കുതിരവാലി എന്ന ഇനം വയനാട്ടിലെ കാടുകളിലെ ആദിവാസി കുടികളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തി. ഇപ്പോൾ കുതിരവാലി ഇനത്തെ തന്റെ 6 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിൽ തനിവിളയായി കൃഷി ചെയ്യുകയാണ് മുരിക്കാശ്ശേരി 16 കണ്ടം സ്വദേശിയായ തങ്കച്ചൻ എന്ന കർഷകൻ. വർദ്ധിച്ച ഉൽപാദനക്ഷമതയും ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും വിളവെടുക്കാനുള്ള എളുപ്പവും ഒക്കെയാണ് കുതിരവാലിയുടെ സവിശേഷതകളായി തങ്കച്ചൻ ചേട്ടൻ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ കുരുമുളക് ഇനങ്ങൾ തൊഴിലാളികൾ വിളവെടുക്കുമ്പോൾ 17 മുതൽ 18 കിലോ വരെയാണ് ചാക്കുകളിൽ നിറയുന്നതെങ്കിൽ കുതിരവാലി ഒരു ദിവസം തന്നെ 30 കിലോയോളം ഒരു തൊഴിലാളിക്ക് വിളവെടുക്കുവാനും സാധിക്കുന്നു. അതുമാത്രമല്ല, മണികൊഴിച്ചിലോ തിരികൊഴിച്ചിലോ ഒന്നും ഇവയ്ക്കില്ല. അങ്ങനെ എല്ലാം കൊണ്ടും കുരുമുളക് കർഷകരുടെ മനം കീഴടക്കിയിരിക്കുന്ന ഒരു ഇനം തന്നെയാണ് കുതിരവാലി എന്ന കുരുമുളകിനം. കുതിരവാലി ഞാൻ പല കോടിയും ചെയ്തായിരുന്നു. അപ്പോൾ ചെയ്തോണ്ട് നാളെ ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനോടൊരു പ്രത്യേക ഒരു ആഗ്രഹം തോന്നി. കാരണം ഇത് മുളക് പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ക്കും, ചൂട് മുതൽ കണ്ണി കുത്തും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വളരെ താല്പര്യപ്പെട്ടു. മുളകൊക്കെ പറിക്കാൻ കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ച് ചെയ്താൽ കഴിയുമ്പോൾ പറിച്ചെടുക്കാം. ഉണ്ടോ, ഇതെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുള്ളൂ, മുളകായിട്ടുള്ളൂ. നമുക്ക് മുളക് പറിച്ചെടുക്കാൻ വളരെ എളുപ്പമായിട്ട് ആർക്കും പറിച്ചെടുക്കാം. ഇന്നത്തെ കാലത്ത് ആദായം എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു റിസ്ക്കുള്ള കേസ്, നല്ലൊരു ചിലവുള്ള കേസാണല്ലോ. ഇതൊക്കെ പറിച്ചെടുക്കാൻ ഒരു പാടുമില്ല. നമ്മളപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതുകൊണ്ടാണ് അത് കൃഷി ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് തീരുമാനിക്കും. അല്ല, അതുകൊണ്ട് തന്നെയല്ല ഇത് നന്നായിട്ട് മുറ്റ മുളക് ഉണ്ടാവില്ല. ഇതിൻ്റെ മുളക് കൊടി കാച്ചാക്കാൻ വേണ്ടിയില്ല. നന്നായിട്ട് മുകളിലേക്ക് നോക്കി അടിമേലെ വീട് വരെ വരുമ്പോൾ മുളക് കാച്ചിട്ടുണ്ടല്ലോ.
അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെ ഈ ഇനത്തിൻ്റെ? പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം നമ്മൾ നട്ട് ഒരു ന്യായം പരിചരണമൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ ആ വർഷം തന്നെ ഒരു 12 മാസം ആകുമ്പോൾ തന്നെ ഇതിന് നന്നായിട്ട് ഒരവിടെ ഇവിടെ തിരി കാണാൻ തുടങ്ങും. തിരി നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത തിരിയിടും. അതുപോലെ തന്നെ ഈ കണ്ണി ഇറക്കി പതിക്കുകയൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ ചുവട്ട് മുതലേ കണ്ണി കുത്തും. എന്തോരം കൊടി കയറി പോകുന്നു അത്രയും ഭാഗം കണ്ണിയും കുത്തും നിറച്ച് മുളകും ഉണ്ടാവും. അത് ഹൈറ്റ് എന്തോരം കയറി മരത്തിൻ്റെ ഹൈറ്റാണ് കൊടിയുടെ വളർച്ച. അതുപോലെ അത്രയും കയറി ഈ കൊടിയെല്ലാം കാണാൻ എല്ലാത്തിനും തലക്കത്തല്ല ഇത് പോയി നിൽക്കുന്നത്. പിന്നെ മരം കയറിപ്പോകാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് ചെടിയുടെ? ആരോഗ്യം കുഴപ്പമില്ല. ആരോഗ്യം അത്യാവശ്യം ഇതിന് ശേഷം വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും സെറ്റപ്പാണ്. കാരണം ഇതുപോലെ നന്നായിട്ട് വിളവുണ്ടായി കഴിയുമ്പം ഈ വേനൽക്കാലം ഉണ്ടാകുന്നേ. അപ്പോൾ ഈ ഇതിൻ്റെ ഉണ്ടാകുന്ന ഈൽഡായിരുന്നു ഈ മുളകെല്ലാം കൂടി വെള്ളം വലിക്കുമ്പോഴേ ഇതിനൊരു ക്ഷീണമുണ്ട് തന്നെയാണെങ്കിലും. ആ ക്ഷീണം അതിനിപ്പോൾ ഈ ഉച്ചയായപ്പോൾ കണ്ടില്ല ഇതെല്ലാം ഒരു തളർന്ന് നിൽക്കുന്നേ. രാവിലെ ആകുമ്പോൾ എല്ലാം ക്ലീൻ ആവും. ഇതുപോലെ വെയിലല്ലേ, ഭയങ്കര വെയിലല്ലേ ഇപ്പോൾ. ഇത് പൊഴിച്ചിൽ കൂടുതലോ അങ്ങനെ വല്ലതും ഉണ്ടോ? പൊഴിച്ചിൽ വിളവ് കൂടുതലാണെങ്കിൽ എന്നാണെങ്കിലും കുറേയൊക്കെ പൊഴിച്ച് കളയും. അങ്ങനെ കുറവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അത് എല്ലാ ചെടികൾക്കും ഉണ്ട് കണ്ടുപോകാനുണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ തന്നെയൊക്കെ എന്നാ സുധരിച്ചാലും കുറച്ചൊക്കെ പൊഴിച്ച് കളയും. ചീരിന്റെ എങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട് അതിന്റെ ഒരു ഇതെന്ന് പറയാം? പൊള്ള് കൂടുതലായിട്ടുണ്ടോ? അങ്ങനെ പൊള്ള അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. പൊള്ളൊന്നും ഇങ്ങനെ കാണാനില്ലല്ലോ. പൊള്ളൊന്നും അങ്ങനെ കൂടുതലില്ല. നമ്മളതിൻ്റെ നല്ല തിരിക്ക് നീളമുണ്ട്. തിക്കായിട്ട് തന്നെ മണിയുണ്ട്. ഒരു തിരിയൽ എത്ര മണി? ഉള്ളിലേക്ക് വരുന്ന മുളകിന് ചില ദിക്ക് കുറവുള്ളൂ, അകത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊടിയിലൊക്കെ അകത്തേക്ക് മുളക് നോക്കി കഴിയുമ്പോൾ ഇതുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് മുളക് നോക്കി ഇപ്പം ഇതുണ്ടോ, ഇതിനകത്ത് അങ്ങനെ വരുമ്പോൾ ഇത്തിരി കുറവ് കാണുന്നുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ അതെല്ലാം കൊടിക്കും അങ്ങനെയാണ് കാണുന്നത്. ഉള്ളുമുളക് ഉണ്ടാകുമ്പോൾ അത് കുറച്ച് മണി പിടിക്കാതെയൊക്കെ വരുന്നുണ്ട്. അത് ഇതുപോലെ കാച്ചിട്ടാ. ഇത് എരമ്പി കായ്ക്കും? ഇത് എരമ്പി കായ്ക്കും, വെള്ളമുള്ളിടത്ത് കായ്ക്കും. അതായിട്ടും വെള്ളമുള്ള ഭാഗത്തൊക്കെ ഇതൊക്കെ വെള്ളമുള്ള ഭാഗത്തൊക്കെ കാച്ചിരിക്കും. വെള്ളക്കെട്ടുള്ളതെങ്കിലും പ്രശ്നമില്ല. ഇതെല്ലാം കാന കയറി വെള്ളമൊക്കെ വിട്ടേക്കുന്നില്ലേ, അവിടെയൊക്കെ കായ്ക്കും. തിപ്പിലിയുടെ ആവശ്യമില്ല. തിപ്പിലിയുടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നല്ല ഇതുവരെ എനിക്ക് ഞാൻ കണ്ടതിൽ അങ്ങനെ കായ്ക്കുന്ന കേടിലാണ് നിൽക്കുന്നത്. ഈ കുതിരവാരി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഈ കാരണം നമ്മൾ ഇത്രയും കാലം പല കൊടികളും ചെയ്തപ്പോഴേ നമ്മൾ ഈ ഒരു കൊടി കണ്ടപ്പോഴാണ് ഈ കൊടിയാലാണ് നമ്മളങ്ങനെ ഈ വെള്ളമുള്ള ഭാഗത്ത് കായ്ക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇത് വെള്ളമുള്ള ഭാഗം ആനയെ കയറിയേക്കുന്നത് കണ്ടോ, വെള്ളമുള്ള ഭാഗം അവിടെ ഒന്നൊരു കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് 2 വർഷമൊക്കെ നമ്മൾ നന്നായിട്ട് മുളക് പറിക്കാൻ പറ്റില്ല. 2 വർഷമൊക്കെ ആയി കഴിയുമ്പോഴേക്ക് 2 വർഷം കൊണ്ട് കൊടി എന്തരാവും? 2 വർഷം കൊണ്ട് ഒരുമാതിരി നന്നായിട്ട് പണിയുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 10-12 അടി ഒക്കെ പൊക്കത്തി. 12 അല്ല, അതിന് മുകളിലേക്ക്. ഇതേ കൊടി 2.5 വർഷമായിട്ടുള്ളൂ. ഇതേ കൊടിയൊക്കെ കണ്ടോ, അതേ തന്നെ പൊക്കമുണ്ടത്. 2.5 വർഷമായിട്ടുള്ളൂ ആ കൊടി. അത്ര എത്തും അല്ലേ? അത്ര എത്തും. അപ്പോൾ അതിൽ ആ 2.5 വർഷം കൊണ്ട് എന്തോരം ആദായം കിട്ടും നമുക്ക്? 2.5 വർഷം കൊണ്ട് ആദായം കിട്ടുമെന്ന് വെച്ചാൽ ഒരു കൊടിയൊന്നൊരു 2 കിലോ മുളകൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഈ 2 കിലോ സുഖമായിട്ട് പറിച്ചെടുക്കാം. 1 കിലോ 1.5 കിലോ 2 കിലോ വരെ പറിച്ചെടുക്കാം. പച്ചമുളക് അത് ഉണക്കമുളക് കിട്ടും. നന്നായിട്ട് നോക്കി ശ്രദ്ധിക്കുവാണെങ്കിൽ. ഇതിൻ്റെ ലിറ്റർ വെയിറ്റ് എങ്ങനെയുണ്ട്? ലിറ്റർ വെയിറ്റ് ഒരു 30-35 പ്രതീക്ഷിച്ചാൽ മതി പെർസെൻറ്റേജ് നോക്കുമ്പോൾ. ഇത് കണ്ണിയിൽ തിരിയൽ ഇറുക മുളകുണ്ടാവുമോ? അത് പറയുമ്പോണ്ടോ ഒരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു മുളക് എടുക്കുവാണെങ്കിൽ ഇതല്ലേ, ഒരു മുളക് എടുക്കുവാണെങ്കിൽ ഇതുണ്ട്, ഈ ഒരു ലെവലിൽ മുളക് ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ലെവലിൽ മുളകൊന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിന് കേടെങ്ങനെയുണ്ട് ചെടിക്ക്? കേടില്ലാത്ത കൊടിയില്ല. അവിടെ ഇവിടെയൊക്കെ ഒന്നും പോകുന്നില്ല ഞാൻ പറയുന്നില്ല, കാരണം പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഈ തോട്ടത്തിൽ അങ്ങനെ പോയിട്ടില്ല. എന്നാൽ മറ്റേ അവിടെ തോട്ടങ്ങളിൽ 1-2 അതിലെല്ലാം ഇടയ്ക്ക് കൊടി പോയിട്ടുണ്ട്. പിന്നെ അവർ നനയില്ല, ഭയങ്കരമായിട്ട് വേനലാകുമ്പോഴേക്ക് നനയില്ലാണ്ട് വരുമ്പോഴാണ് കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കുരുമുളകിന് ശരിക്കും നനയുടെ ആവശ്യമുണ്ട്? നനയുടെ ആവശ്യമില്ല. പക്ഷേ ഈ കായുള്ളപ്പം നമ്മൾ നനച്ച് കൊടുക്കുക നല്ലത്. നന്നായിട്ട് കായുണ്ടെങ്കിൽ ഇതുപോലെ വെയിലെടുത്തുള്ള ഈ സമയത്ത് മാർച്ച് ആകാൻ പോവല്ലേ, നല്ല ചൂടല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം താങ്ങണ്ടേ, ഇത് അതിനുവേണ്ടി നനയ്ക്കുന്നതല്ല, ഒന്ന് തനിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കായുള്ള സമയത്ത് നനച്ച് കഴിഞ്ഞാൽ പൊഴിച്ചിൽ കൂടാൻ സാധ്യതയില്ല? പൊഴിച്ചിൽ കൂടുകയല്ല, ഇല്ല, പൊഴിയല. കുരുമുളക് തളിർക്കുകയല്ലേ ആ ടൈം? ഇല്ലില്ല, അതൊക്കെ ചുമ്മാ പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഓവറായിട്ട് തളുക്കാൻ പാത്രം നനയ്ക്കുന്നില്ലല്ലോ. എന്നാ നനച്ചാലും ഈ അന്തരീക്ഷത്തിന് കൂടെ ഒരു ചെറിയ ഇത് വരണം. അല്ലാണ്ട് ഇപ്പം ഒരു വിഷം അങ്ങനെ പെട്ടെന്ന് എടുക്കാമല്ലോ. കൊടി വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങ് വെള്ളം ഒഴിച്ച് ആക്കുമല്ലോ. ഒരു നനയൊക്കെ നനച്ചങ്ങ് നിർത്തുക, പിന്നെ ക്ഷീണം കൂടാൻ നിർത്തിയാൽ മാത്രം മതി. നമ്മുടെ ഈ പരിചരണം എങ്ങനെയാണെന്ന് പറയാം കുരുമുളകിൻ്റെ? പരിചരണം നമ്മൾ മഴ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പുതുമഴ പെയ്യുമ്പോൾ തന്നെ നമ്മൾ ശകലം കുമ്മായി ഇടും. പിന്നെ വളങ്ങൾ കൊടുക്കാൻ തുടങ്ങും. ഈ ചുവട്ടിലും ചെറിയൊരു കൂടുതൽ ഞാൻ രാസവളമാണ് ചെയ്യുന്നത്. ജൈവവളം ഈ പ്രാവശ്യം കോഴിവളമൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ഫോളിയാർ കൊടുക്കാറുണ്ട്. പിന്നെ ഫംഗിസൈഡ് കൊടുക്കാറുണ്ട്. അത്യാവശ്യം സാഫ്, ചുവട്ടിൽ ഈ COC അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്. അത്യാവശ്യം എല്ലാ പരിചരണവും തന്നെ വേണം. പിന്നെ വളം നന്നായിട്ട് കൊടുക്കണം. കാരണം ഇതുപോലെ കായ ഉണ്ടാകുമ്പം വളം കൊടുത്തില്ലെങ്കിൽ മുളക് മോശമായി പോകും. അത് എന്നാ പ്രശ്നമാണെങ്കിൽ ശരിയാണുള്ളത്.
വളം എന്തൊക്കെയാണ് ചെയ്യുന്നത്? വളം ഞാൻ ഈ ആരയുടെ വളങ്ങൾ, ബ്ലൂക്കോൻ്റെ വളങ്ങൾ, അങ്ങനെ ഓരോ കമ്പനി വളങ്ങളൊക്കെ നല്ല കമ്പനിയുടെ ഒക്കെ ഇമ്പോർട്ടൻ്റ് വളങ്ങളാണ്, അതൊക്കെ നമ്മൾ ചെയ്യുന്ന കൂടുതലും. വർഷത്തിൽ എങ്ങനെ 2 തവണയോ? അത് വർഷത്തിൽ 2 തവണയല്ല, പക്ഷേ നമ്മൾ ഈ ഫോളിയാറൊക്കെ ഒരു 4 തവണയൊക്കെ കൊടുക്കും. ഫോളിയാർ SOP, അതുപോലെ തന്നെ 12 ഈ ചൂട്ടിലാണെങ്കിൽ 12, 11, 12, 11, 18 യാരയുടെ അതൊക്കെ നമ്മൾ ചൂട്ടിട്ട് വെക്കാറുണ്ട്. അങ്ങനെ പിന്നെ 0.50 ഒക്കെ അടിക്കാറുണ്ട് ഫോളിയാറായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ വേരിന് എന്താ ചെയ്യുക? വേരിനെ ഞാൻ ഈ COC കലക്കി ഒഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നിമിറ്റോഡിനെ മരുന്ന് ചെയ്യും. നിമിറ്റോഡ് ഉണ്ടാവും. നിമിറ്റോഡിന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കണം. ഇപ്പോൾ ജൈവമായിട്ടും ചെയ്യാം, രാസമായിട്ടും ചെയ്യാം. രാസമായിട്ട് ചെയ്യുമായിരിക്കും നല്ലത്. ഞാൻ ചെയ്യുന്നതെല്ലാം രാസ രീതിയിലുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ കരിമുണ്ടയെ കഴിഞ്ഞ് നല്ലതാണ് കുതിരവാലി. നമ്മുടെ കരിമുണ്ട കൊടി നല്ല കൊടിയാണ്. പക്ഷേ എന്തൊരു കാര്യമുണ്ട്, കരിമുണ്ട കേട് വന്നു കഴിഞ്ഞാൽ ഒറ്റയാണ് നിൽക്കരുത്. ഞാൻ കരിമുണ്ട ചെയ്തുകൊണ്ടിരുന്നത്, അത് മൊത്തം പോവുക ചെയ്ത് അതോടുകൂടി. നമുക്കിപ്പോൾ ഇത് എന്തര സ്ഥലം? ഒരേക്കറിൽ നിന്ന് എന്തര ആദായം കിട്ടും? ഒരേക്കറിന് നമുക്ക് നല്ല രീതിയിലൊക്കെ നമ്മുടെ ഒരു 2 ടൺ മുളകൊക്കെ എന്നാലും ഒരു 2 ടൺ മുളകൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ നമുക്ക് കണക്ക് കൂട്ടിക്കും. ഒരു വർഷം അല്ലേ? ഒരു വർഷം. ഇതൊരു ഒറ്റ സീസണല്ലേ ഉള്ളൂ ഈ ഒരു വിളവെന്ന് പറഞ്ഞാൽ? അത് ഒരു സീസണിലേ ഉള്ളൂ. കുരുമുളകെല്ലാം ഒരു സീസണിൽ പറിക്കാൻ പറ്റും. അല്ല, ചില ഇനങ്ങൾ 2 സീസൺ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചുമ്മാ പറയും. ഞാൻ ഇതുവരെ എൻ്റെ അങ്ങനെ ഈ പുഞ്ചത്തിരി ഉണ്ടാവും. അത് ഈ കൊടിക്കൊക്കെ ചെറുപ്പകാലങ്ങൾ നന്നായിട്ടുണ്ടാവും. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുക നല്ലത്. കൊടിയെല്ലാം ഒരുമിച്ച് കായ്ക്കണം, ഒരുമിച്ച് മുളക് പറിക്കുമല്ലായിരുന്നു നല്ലത്. ഷെയ്ഡിൽ കായ്ക്കുമെന്ന് പറഞ്ഞില്ലേ? ഷെയ്ഡ് കായ്ക്കും. നല്ല ഷെയ്ഡിൽ കാണിച്ചു തരാം. ഞാൻ മുളക് കഴിച്ചിരിക്കണം. നല്ല ഷെയ്ഡിൽ മുളക് കായ്ക്കും. അതുപോലെ തന്നെ ഇതുണ്ട്, ഇത് കണ്ടത്തിലെ ചെടി കിടക്കുന്നത്, ഇത് കണ്ടത്തിലൊക്കെ പെട്ടെന്ന് കിടക്കുന്നത് കണ്ടോ. ഈ കൊടിയൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെള്ളത്തിൽ നിന്ന് പുക കയറി വരുന്നതാണ്. ഇതല്ലേ? ഇതൊക്കെ വെള്ളം, ഇതൊക്കെ തോട്ടിൽ നിന്നാണ് ഈ കൊടി വളർന്നേക്കുന്നത്. അപ്പോൾ നനവുണ്ട് തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ആ വെള്ളത്തിനിടയ്ക്ക് നിന്ന് വരുന്നതല്ലേ? ഇത് കണ്ടോ, ഇത് ചൂട് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മഴയുണ്ടല്ലോ, ഒരു പ്രശ്നമില്ല, അഴുകലൊന്നും പിടിക്കത്തില്ല. ഒരു പ്രശ്നമില്ല. ഇതുണ്ട്, ഇത് തോട്ടിൽ നിന്ന് വളർന്ന് കയറിയേക്കുന്നത്. അപ്പോൾ ആ കൊടി, ഇതേ കൊടിയൊക്കെ കണ്ടോ, ഇതേ കൊടികളൊക്കെ ഉണ്ടോ, കണ്ടത്തില്ല നിൽക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ നിന്ന് തന്നെ തല മുറിച്ചിട്ട് വേണോ? ഇതിൽ നിന്ന് തന്നെ തല പിടിപ്പിക്കും നമ്മൾ എവിടെ നിന്ന് തൈ നേരം എടുത്തേ ഈ കുതിരവാലിയുടെ ആദ്യം? ഇത് നമ്മൾ നാട്ടുപ്രദേശത്ത് നിന്നാണ് കൊണ്ടുവന്നത്, ഈ തൈ കൊണ്ടുവന്നത്. ഇത് കണ്ടോ, ഇത് ഉണ്ടല്ലോ ഒരു കണ്ണിയിൽ തന്നെ മുളക് നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി പറിക്കുമ്പോൾ ഇതുകൊണ്ട് ഒറ്റ പറിച്ചത് ഇങ്ങനെ വലിച്ചു പറിക്കാം. ഇങ്ങനെ പറിക്കുമ്പോൾ ഇതിനകത്ത് എത്ര മുളക് വരുന്നുണ്ട്. ഞാനിപ്പം സാർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കൊടി നമ്മൾ മുളക് പറിക്കുവാണെങ്കിൽ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പറിച്ചു, കണ്ടോ. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 എണ്ണം പറിച്ചു. ഒരൊറ്റ പറിക്കലാണ്. ഇങ്ങനെ ഏത് കൊടിയാണ് നമ്മൾ പറിക്കും. അമ്മയും പറിക്കുവാണെങ്കിൽ ഇനിയും വേണമെങ്കിൽ അടുത്ത വേണമെങ്കിൽ പറിക്കാം. അല്ലെങ്കിൽ മുളകൊക്കെ പൂത്തോണ്ട് നമുക്ക് പറിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനെ ധൈര്യമായിട്ട് പറിച്ചെടുക്കാം. ഇത് മെതിച്ചെടുക്കാനേ പെട്ടെന്ന് നമുക്ക് മെതിക്കാം. ഇത് നന്നായിട്ട് പെട്ടെന്ന് ഉതിർന്ന് പോരുന്നൊരു മുളകായത്. കണ്ണി മുറിയാൻ സാധ്യതയുണ്ടോ? ഇല്ല, വലിച്ചു പറിച്ചെടുക്കാൻ കണ്ണിയൊന്നും മുറിയില്ല. ഒരു കണ്ണി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ പറിച്ച് അങ്ങനെ കണ്ണി പറഞ്ഞ് വരികയല്ലായിരുന്നു ആ കണ്ണി. ഇനിയാണെങ്കിൽ പറിച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ച് പറിക്കുവാണെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ അങ്ങനെ പറിച്ചെടുക്കാം. പറിക്കണോ? വേണ്ട. ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊടിയുടെ കണ്ണി വളർന്ന് കയറിയേക്കുന്നുണ്ടോ. ഇതിപ്പോൾ ഈ കമ്പിയിലിട്ടേക്കുന്ന ഇതൊരു കണ്ണിയാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതെങ്ങോട്ട് വെച്ച് കെട്ടിയോ ആ കണ്ണി അതിലെ വളർന്ന് കയറി പോകും. അതുപോലെ തന്നെ അതിൽ മുളകും കായ്ക്കും. ഇത് കണ്ടോ, മുളക് വെച്ചേക്കുന്നുണ്ടോ. നമ്മൾ കണ്ണി എങ്ങനെ ആ കണ്ണിയുടെ വളർച്ച എങ്ങോട്ട് ആ കണ്ണി തന്നെ നമുക്ക് കെട്ടിത്തിരിച്ചു കൊണ്ടാണ്. വീട്ടിലൊക്കെ ചേട്ടാ ഒരു 3-4 കോടി എനിക്ക് പരീക്ഷണം ചെയ്തതാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയതാണ്. ഈ കാര്യം പറഞ്ഞാൽ സ്റ്റേ വയർ അതിലിട്ടേക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ വളർന്ന് അങ്ങോട്ട് മാറിക്കോളൂ. അതുപോലെ തന്നെ മുളകും കായ്ച്ചോളൂ. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കണ്ണി കണ്ടോ, ഈ കണ്ണി മേളിൽ നിന്ന് വല്ല വളർന്നിറങ്ങി വന്നേക്കുക. എന്നിട്ട് താഴോട്ട് മേഞ്ഞ് ഇത് കണ്ടോ, ഒരു കണ്ണി കിടക്കുന്നുണ്ടോ, കാണാവൂ. ഇത് കണ്ടോ, ഇത് അടിയിലേക്ക് വളർന്ന് പോയേക്കുക. ഇത് കണ്ടോ, മേളിൽ നിന്ന് വന്നേക്കുക. അങ്ങനെയാണ് ഓരോ കണ്ണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇത് ചൂടി കിടക്കുമല്ലേ മൊത്തത്തിൽ, മണ്ണി മുട്ടി കിടക്കും. ഇതിലൊക്കെ കണ്ടോ ഇങ്ങനെ. അതൊരു കാര്യമില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ ചവിട്ടി ഇത് കണ്ണി ഇല്ലല്ലോ. ഇത് വളർന്ന് ഇത് കണ്ടോ, ശരിക്കും കാണാമെങ്കിൽ കണ്ടോ, ഇത് കണ്ടോ, ഇത് ചവിട്ടി കണ്ണി ഇല്ലല്ലോ. കണ്ടോ നിലവ് കണ്ണില്ലല്ലോ. ഇത് കണ്ടോ, അപ്പോൾ ആയില്ലേ. മറ്റു പടിക്കൊക്കെ അങ്ങനെയല്ലല്ലോ വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്.